മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 11 മണിക്ക് ആരംഭിച്ചു. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് കടന്നുപോയി. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അചഞ്ചലമായ തീരുമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അതുപോലെ ഒരു പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിലും, അല്ലെങ്കിൽ സെക്രട്ടറിയേക്കാളും ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലും കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊന്ന്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിച്ചത് പാർട്ടിയാണ്. പാർട്ടി കാര്യങ്ങൾ നോക്കാനാണ്, പാർട്ടിയുടെ നയം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിക്കാനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. അതിൻ്റെ ശരി തെറ്റ് കാര്യങ്ങൾ, നിയമപര കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി നോക്കും, അതനുസരിച്ച് കാര്യങ്ങൾ നടത്തും. ഒരു വിട്ടുവീഴ്ചയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയ്യില്ല എന്ന് ഉറപ്പായി. രണ്ടാമത്, പാർട്ടിക്കുള്ളിലെടുക്കുന്ന തീരുമാനങ്ങൾ ശശി മുഖേന കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറിയിച്ച് നടപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എന്നൊരു ധ്വനിയാണ് അതിന് കൃത്യമായി. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ സജീവമായ 5-6 ആരോപണങ്ങൾ കൃത്യമായ മറുപടിയും ഉത്തരവും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ, പൊളിറ്റിക്കൽ സെക്രട്ടറി കാര്യത്തിൽ വ്യക്തത വരുത്തി. അത് പാർട്ടി നയം നടപ്പാക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചതാണ്, തൻ്റെ ഇഷ്ടത്തിന് നിയോഗിച്ചതല്ല എന്ന് കൃത്യമായി. മറ്റൊന്ന്, RSSകാരെ കണ്ടത് ADGP ആണ്. അത് ഞാൻ പറഞ്ഞിട്ട് കണ്ടതല്ല, എനിക്ക് അവരെ കാണേണ്ട ഒരു ആവശ്യമില്ല എന്നും ആ പത്രസമ്മേളനത്തിൽ നമുക്ക് വ്യക്തമായി. അതിനുത്തരം ADGP ആണ് പറയേണ്ടത്. എന്തിനാണ് കണ്ടത്, എന്തിനു പോയി എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ തീരുമാനം വരട്ടെ, അപ്പം അറിയാം എന്തിനാണ് പോയി കണ്ടതെന്ന്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതിനെ പറ്റി അദ്ദേഹം പ്രതികരിച്ചു. ആ പൂരം കലക്കിയതിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതേപ്പറ്റി പറഞ്ഞിട്ടല്ല കലക്കിയത്. അത് എന്താണ് സംഭവിച്ചതെന്ന് അത് നോക്കട്ടെ, അത് കണ്ടെത്തട്ടെ, അതേപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, റിപ്പോർട്ട് വരട്ടെ എന്നാണ് അത് പറഞ്ഞത്. അത് അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പൂരം കലക്കി വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ള കാര്യം നിഷേധിച്ചു, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, വിജിലൻസ് ആരോപണം, വിജിലൻസ് അന്വേഷണം വേണം ADGPക്കെതിരായിട്ട്. ADGPക്കെതിരായിട്ട് ഇപ്പം ആരോപണം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം 3-4 വീടുകൾ തിരുവനന്തപുരത്ത് സമ്പാദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു അഴിമതി കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വരവ് കൂടുതൽ, അദ്ദേഹത്തിന് സ്വത്ത് സമ്പാദനം വന്നിട്ടുണ്ട്, അതേപ്പറ്റി അന്വേഷിക്കണം. അപ്പം അത് തീർച്ചയായിട്ടും അതേപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേര് ഇങ്ങനെ ആരോപണം വന്നാൽ ഉടനെ ആ സ്ഥാനത്ത് നീക്കുക എന്നത് ശരിയല്ല. സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറിമാർ താഴോട്ട് പലരുടെയും പേരിൽ ഇതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരെ ആ സ്ഥാനത്ത് നിന്ന് ഉടനെ നീക്കത്തില്ല. ആരോപണം ശരിയാണോ, പ്രൈമറി അന്വേഷണത്തിലോ പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തും. അതിനകത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. എങ്കിലും ആ ADGP അല്ല ആ ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കും. ആരോപണം മാത്രമാണ്, തെളിവ് വരണം. തെളിവ് വന്ന് അതിൻ്റെ അകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുകയുള്ളൂ, അല്ലെങ്കിൽ പോസ്റ്റിംഗ് ഒന്നും കൊടുക്കാതെ എയറിൽ നിർത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായത്. പിന്നെ മറ്റൊരു കാര്യം, MLA അൻവർ, അദ്ദേഹം പാർട്ടിക്കാരനല്ല എന്നൊരു ധ്വനി വന്നിട്ടുണ്ട്. CPM പാർട്ടിയുടെ MLA തന്നെ, പക്ഷേ കോൺഗ്രസ് കൂടിയാണ് CPMലേക്ക് വന്നതെന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം പാർട്ടിക്കാരനാണെങ്കിൽ അത് പാർട്ടിയുടെ വേദിയിലും, അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മുമ്പിലും, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലുമാണ് അത് പറയേണ്ടത്. അല്ലാതെ പുറത്തിറങ്ങി പബ്ലിക്കായിട്ട് പ്രസ് കോൺഫറൻസ് നടത്തിയല്ല പറയേണ്ടത്. ഏത് പാർട്ടിക്കാരനായാലും പാർട്ടിയുടെ താഴെക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണെങ്കിൽ അത് പാർട്ടിയുടെ കൃത്യമായ നയത്തിനകത്ത് ഉണ്ടാവും. അയാൾ പാർട്ടിയിലാണ് അയാളുടെ വേദനകൾ, കാര്യങ്ങൾ പറയുന്നത്. അയാൾ പാർട്ടി പറഞ്ഞാൽ പരിഹാരം കാണും. അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടെ നടത്തും. ഇതാണ് ആ നടപടിക്രമം. അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും അവ്യക്തതയില്ല.
കൃത്യമായ ഒരു പ്രസ് കോൺഫറൻസ് ആണ് ഇന്ന് ഞാൻ കാണുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ആ ഓരോ തീരുമാനത്തിലും വേവറിംഗ് ആയ ഒരു കാര്യമില്ല, അചഞ്ചലമായ കൃത്യമായ ഉത്തരം പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റില്ല എന്നും പറഞ്ഞു. രണ്ടാമത്, അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഇല്ല തൻ്റെ കയ്യിൽ. പാർട്ടി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്നിൽ അവതരിപ്പിക്കും, അത് ഞാൻ നടപ്പാക്കൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിലെ ആരോപണം ഒന്നുമില്ല, ആരും പറഞ്ഞില്ല. രണ്ടാമത്, ADGPയുടെ പേരിലുള്ള ആരംഭം അന്വേഷിക്കുകയാണ്, കഴമ്പുണ്ടെങ്കിൽ നടപടി എടുക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ ആരോപണങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രസ് കോൺഫറൻസ് കൂടെ നടത്തിക്കൊണ്ടും പ്രയോജനമില്ല. അത് കോൺഗ്രസ് പാർട്ടി കൂടെ വന്നയാൾ ആ രീതിയിൽ പ്രതികരിക്കും എന്ന് പാർട്ടിക്ക് അറിയാം. അത് പ്രതികരിച്ചോട്ടെ, അതിന് തടസ്സമില്ല എന്നുള്ള വ്യക്തതയുള്ള ചില തീരുമാനങ്ങൾ അദ്ദേഹം ഇന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കിടന്ന് ആക്രോശിക്കുന്നവർ ആര് എന്ത് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചാലും അതൊന്നും ഈ ഭരണത്തിൽ പോകില്ല, ഈ ഭരണത്തിൽ അത് ചെലവാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്ന പ്രസ് കോൺഫറൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.